ഹായ്. ഞാൻ പല തരത്തിൽ വീഡിയോ എടുത്ത് നോക്കി, നിന്നിട്ടും ഇരുന്നിട്ടും ഓക്കെ, പക്ഷെ ഒന്നും സെറ്റാവില്ല. അവസാനം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. ഓക്കെ, ഇന്ന് നല്ല ചൂടാണ് ഇവിടെ. മിക്കവാറും മഴ പെയ്യുന്നു തോന്നുന്നു. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാവും പരിപാടി. പിന്നില്ല, ഞാൻ നോക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കുക, ഐ കോണ്ടാക്ട് ശരിയാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഇത്ര കുറേ ദിവസം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിംപ്ലി വൈകുന്നേരമൊക്കെ എത്തുമ്പോൾ നല്ല വൈകും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓവർ ടൈം എടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല. ചെയ്യണമെന്നേ ഉണ്ടാവില്ല ആക്ച്വലി വീഡിയോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 30 ഡേയ്സ് ചലഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണ്ടേ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങി ഉയർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വരും. അപ്പോൾ വേഗം അങ്ങോട്ട് എണീച്ചിട്ട് വേഗം എന്തെങ്കിലും ഷൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ മൈൻഡിൽ തോന്നുന്നത് വെച്ചാൽ അതെന്ത് പറയാമെന്നുള്ള ഒരു മൈൻഡാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം കൂടുതലുണ്ട്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാറൊന്നുമില്ല വീഡിയോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. വെറുതെ ഇങ്ങനെ എടുക്കും, ഓണാക്കും, അത്രേ ഉള്ളൂ, പറയുന്നു, ഇടുന്നു. അപ്പോൾ എന്താ മൈൻഡ് തോന്നുക അതങ്ങോട്ട് ഇടുക എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇന്ന് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആക്കി കൂടാ എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറേ പറയുന്നുണ്ട്, സാരില്ല. എന്താ പരിപാടി എന്ന് വെച്ചാൽ നോട്ട്ബുക്ക് എല്ലാം ആണോ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനൊരു AI ടൂളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൂള് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എസെൻഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള ടൂൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ എന്തോ നമുക്ക് നോട്ട്ബുക്ക് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ടൂള്, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ കുറേ പേർക്ക് അറിയുണ്ടാവും, ചിലർക്ക് അറിയുണ്ടാവില്ല. അപ്പം ഐ തിങ്ക് അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നോട്ട്ബുക്ക് എല്ലാം അടിച്ചു കൊടുത്താൽ അതിൻ്റെ സംഭവം വരും. പിന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ട്യൂട്ടോറിയലൊന്നും ആവശ്യമില്ല. നമ്മൾ പിന്നെ അതിങ്ങനെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതാണ് പരിപാടി. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അത് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിനായിക്കോട്ടെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു PDF ഉണ്ട് അല്ലെങ്കിൽ PPT ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ എറർ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ എന്ത് ആണ് അപ്ലോഡ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആണ്, നമ്മളിപ്പോൾ PDF ആണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ലിങ്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സോഴ്സ് എന്താണോ അതിനെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് ആ ഒരു കണ്ടൻറ്റ് അവർ ഒന്ന് പ്രിപ്പയർ ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നമുക്ക് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അതിനെ സമ്മറൈസ് ചെയ്യണമെങ്കിൽ സമ്മറൈസ് ചെയ്യാം. അതിനകത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ PPT ഉണ്ടാക്കാം. ഓഡിയോ ഓവർവ്യൂ ഉണ്ട്, വീഡിയോ ഓവർവ്യൂ ഉണ്ട്, നമുക്ക് വീഡിയോ ഒക്കെ കിട്ടും. പിന്നെ ഫ്ലാഷ് കാർഡ്സ്, പിന്നെ മൈൻഡ് മാപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ വീഡിയോ ഓവർവ്യൂവും അതുപോലെ തന്നെ ഓഡിയോ ഓവർവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അത് കുറേ ടൈം എടുക്കണ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്യണ്ടേ, ഞാൻ അതുകൊണ്ട് നിന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ മൈൻഡ് മാപ്പൊക്കെ വർക്കാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സമ്മറിയൊക്കെ പെട്ടെന്ന് കിട്ടുമ്പോൾ, അതുപോലെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ബുക്ക് ആയിക്കോട്ടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അടിപൊളി ടൂളാണ്. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വെർട്ടിക്കൽ പിടിച്ചു, അപ്പോൾ ഹൊറിസോണ്ടലാക്കാം എന്ന് വിചാരിച്ച് പിന്നെയും ഷൂട്ട് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇതിനെ കുറച്ച് ഒന്ന് എഡിറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണമെങ്കിൽ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ടൂളുകൾ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ടൂളുകൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ടിൽ ദെൻ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗൂഗിൾ നോട്ട്ബുക്ക്. ജസ്റ്റ് നോട്ട്ബുക്ക് എന്ന് അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ട്രൈ നോട്ട്ബുക്ക് എല്ലാം ഒന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പേജ് വരും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് നോട്ട്ബുക്ക് കൊടുക്കുക മതി. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഏത് ടോപ്പിക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ടോപ്പിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫോട്ടോസിന്തസിസ് എന്നാണ് സിംപ്ലി കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫയൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെബ് സെർച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെബിനകത്തുള്ള
കുറേ സോഴ്സുകൾ നമ്മൾ കൊടുത്ത ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള സോഴ്സുകളെല്ലാം നമുക്കവിടെ ലിസ്റ്റ് ചെയ്യും. നമ്മൾ ആ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സോഴ്സ് കിട്ടും. അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഴ്സൊക്കെ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിന് ശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതവിടെ ഓഡിയോ ഓവർവ്യൂ, മൈൻഡ് മാപ്പ്, ഞാൻ പറഞ്ഞ വീഡിയോ, അതുപോലെ ക്വിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൈൻഡ് മാപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഉള്ള സോഴ്സിൽ നിന്നുള്ള ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. വേണമെങ്കിൽ ക്വിസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ഇത് മൈൻഡ് മാപ്പ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഫോട്ടോസിന്തസിസ്. അതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, ഡബിൾ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ തൈലക്കോയിഡ്, ഗ്രാന ഉണ്ട്, തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ട്, ലൂമൻ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഓരോന്നിനെയും. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വിസ് ഉണ്ട്, അതുപോലെ സ്ലൈഡ് PPT ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഓഡിയോ ഓവർവ്യൂ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഓഡിയോടെ ജനറേറ്റ് ആവും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എന്താണ് ഇതിനുള്ളത്, ഒരു ഓഡിയോ ആയിട്ട് നമുക്ക് കണ്ടന്റ് കിട്ടും. പിന്നെ ഇത് ക്വിസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ശരിയായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്വിസ് കാർഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ, റോങ് ആൻസർ ഒക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പേജ് കിട്ടും. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് സ്ലൈഡ് ഡെക്ക്, അതായത് PPT പോലെയൊക്കെ സ്ലൈഡായിട്ടൊക്കെ കിട്ടും. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ, ഇനി നമുക്കിവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ടൈപ്പിംഗ് ഇല്ലേ, അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ കണ്ടന്റ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വരും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നോട്ട്ബുക്കെല്ലാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. ഓക്കെ.